അസ്സലാമു അലൈക്കും. എനിക്ക് അറിയാനുള്ളത് ക്യാമ്പസുകളിലെ ആഘോഷങ്ങളെ സംബന്ധിച്ചാണ്. ക്യാമ്പസുകളിലെ പൊതു ആഘോഷങ്ങളായ ന്യൂ ഇയർ, ക്രിസ്മസ് ഡേ, കോളേജ് ഡേ പോലുള്ള ആഘോഷങ്ങളിൽ ചിലപ്പോഴെങ്കിലും മതചിന്തയുള്ള വിദ്യാർത്ഥികൾ വിട്ടുനിൽക്കുന്നത് ക്യാമ്പസിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ചിലപ്പോൾ ഒറ്റപ്പെടുന്നതിന് കാരണം ആകാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദീകരണം ആവശ്യമുണ്ട്. അസ്സലാമു അലൈക്കും. ചോദ്യം: ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നും മതപരമായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ ഒരു ഒറ്റപ്പെടൽ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ കൈവരുന്നില്ല ഈ വിഷയത്തിലുള്ള നിലപാട് സംബന്ധിച്ചാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വശം, മതസൗഹാർദ്ദം എന്ന പേരിൽ പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നത് മതലയനമാണ്. നേരത്തെ ഖുർആൻ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പ്രധാനപ്പെട്ടൊരു വശമായിരുന്നു നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. മതേതരത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതത് മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ മറ്റു മതസ്ഥരുടെ ആരാധനാ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ ചേരുമ്പോൾ, ഒരു മുസ്ലിം ഒരു ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ആരാധന നിർവഹിക്കുമ്പോൾ, ഒരു ക്രൈസ്തവൻ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നിർവഹിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ അവിടെ ഹൈന്ദവന്റെ തിരിച്ച് ക്രൈസ്തവന്റെ മുസ്ലിങ്ങളുടെ ആഘോഷം, മുസ്ലിങ്ങളുടെ ആരാധന മറ്റൊരു കൂട്ടർ കൂടി ചെയ്യുന്നു. അപ്പോൾ ഒരു വസ്തു മറ്റൊന്നിലേക്ക് ലയിക്കുമ്പോൾ രണ്ടും ഒന്നായി തീരുകയാണ്. അവിടെ പിന്നെ സൗഹാർദ്ദത്തിന്റെ ആവശ്യം എന്താ? വേറിട്ട് നിൽക്കുമ്പോഴാണ് സൗഹാർദ്ദം ആവശ്യമായി വരുന്നത്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാം, എല്ലാവർക്കും ചർച്ചിൽ പോകാം, എല്ലാവർക്കും പള്ളിയിൽ പോകാം, എങ്കിൽ എല്ലാവരും ഒന്നായില്ലേ? മറിച്ച് അവരവരുടെ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് സൗഹൃദം കാണിക്കുക. നോക്കൂ, ആക്സിഡന്റ് പറ്റി ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ ആ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മതം നോക്കണോ? മതം നോക്കുന്നവർ, ജാതി നോക്കുന്നവർ, പാർട്ടി നോക്കുന്നവർ മനുഷ്യത്വമില്ലാത്തവരാണ്. അതെ, ഏതു മതമെന്നോ ഏത് ജാതിയെന്നോ നോക്കേണ്ടതില്ല. അവിടെ മനുഷ്യത്വമാണ് പ്രധാനം. കടം ചോദിച്ചു വരുമ്പോൾ കടം ചോദിക്കുന്നത് ആര് എന്നതല്ല, ആ സാമ്പത്തിക പ്രയാസം തീർക്കാൻ നമ്മുടെ അയൽവാസിയാകട്ടെ മറ്റുള്ളവരാകട്ടെ ഏതു മതസ്ഥരാണെങ്കിലും ജാതിക്കാരാണെങ്കിലും നമ്മൾ മുമ്പിലുണ്ടാകണം. ഒരു ജീവൻ രക്ഷിക്കാൻ രക്തം ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. അയാളുടെ പേരെന്താ, ജാതി ഏതാണ് ചോദിക്കേണ്ടതില്ല. ആ ജീവൻ രക്ഷിക്കാൻ ഏതു മതക്കാരനാകട്ടെ ജാതിക്കാരൻ പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവനാകട്ടെ നമ്മൾ രക്തം കൊടുക്കണം. അതാണ് മനുഷ്യ സൗഹാർദ്ദം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വശം. മാത്രമല്ല, കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ശബരിമല അവിടുത്തെ ആരാധനയുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു ഹൈന്ദവ വിശ്വാസി, ആ ഹൈന്ദവ വിശ്വാസിക്ക് ഒരു മുസ്ലിമിന്റെ ക്രൈസ്തവന്റെ വീട്ടിൽ വന്നാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല. അത് ശരിയല്ല, മതസൗഹാർദ്ദമല്ല എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അത് അയാളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. ചിലർ മലക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കില്ല, നമുക്ക് പരിഹസിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. വലാത്ത സുബ്ബു എന്ന് പറഞ്ഞുകൊണ്ട് അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ പരിഹസിക്കരുത്. ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അങ്ങനെയുള്ള ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ എനിക്കോ നിങ്ങൾക്കോ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലയുടെ വിശദാംശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വശമാണ് ഇബാദത്തിന്റെ ഭാഗമായ നേർച്ച പടച്ചവര് മാത്രമേ പാടുള്ളൂ എന്നത്. നേർച്ച ഇബാദത്താണത്, പടച്ചവര് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരാൻ പാടുണ്ടോ? ഇല്ല എന്നതാണ് ശരിയെന്ന് നമുക്കറിയാം. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നതുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ്
മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖിനെ അപമാനിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ ഹദീസിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പടച്ചവന് കൊടുക്കേണ്ട നേർച്ച ഷെയ്ഖിന്റെ പേരിൽ നേരുകയും ആ ഷെയ്ഖിന്റെ പേരിൽ ഒരു ബലിമൃഗത്തെ അറുത്താൽ അതിന്റെ മാംസം ഞാനും നിങ്ങളും തിന്നുമോ? ഇല്ല. എന്തുകൊണ്ട്? ആ നേർച്ച വസ്തു അത് അല്ലാഹു അല്ലാത്തവരുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഇതുപോലെ അതാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള ആളുകളുടെ ചില ഭക്ഷണം ഏകദൈവ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കി എനിക്കും നിങ്ങൾക്കും ഭക്ഷിക്കാൻ പാടില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മറ്റൊരു ഉദാഹരണം ക്രിസ്മസ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, മഹാനായ റസൂലുള്ളാഹിക്ക് മുമ്പ് വന്ന ആ പ്രവാചകൻ, ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഓരോ മുസ്ലിമും പറയും അലൈഹിസ്സലാം, പടച്ചവനെ ആ മഹാനായ പ്രവാചകന് നീ സമാധാനം നൽകണമേ എന്ന്. എന്നാൽ ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വ്യത്യാസം അവിടെയാണ്. പടച്ചവന്റെ അടുത്ത് ആകാശഭൂമികൾ വിറച്ചു പോകുമാറുള്ള കോപമുള്ള ഒരു സംഗതിയാണ് പടച്ചവൻ ഒരു സന്താനത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന പടച്ചവന്റെ പേരിലുള്ള ആരോപണം. അത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ കാരണമായ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പടച്ചവൻ ഒരു സന്താനമുണ്ടെന്ന് ആരോപിക്കുന്ന പരിശുദ്ധ ഖുർആൻ വമ്പിച്ച ഗൗരവത്തോടുകൂടി എടുത്തു പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ക്രൈസ്തവർക്ക് പോലും അറിയാം. കാരണം അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനായി കാണുന്നു. നമ്മളാകത്തെ അതിഗുരുതരമായ ഒരു വിഷയമായി, ഒരു തെറ്റായതിനെ കാണുന്നു. പരിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷെ ഒരൊറ്റ സ്ത്രീയുടെ പേരേ ഖുർആനിലുള്ളൂ. അത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയുടെ പേരാണ്. ബൈബിൾ ഈസാ നബി അലൈഹിസ്സലാമിന് പറയാത്ത പ്രത്യേകത, തൊട്ടിയിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ച കാര്യം ബൈബിളിൽ ഇല്ല. അത്രമാത്രം പ്രാധാന്യം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ എന്ന് ജനിച്ചു എന്ന് ബൈബിളിൽ പോലും ഇല്ലായിരുന്നു. മറ്റൊരു വശം, ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരുടെ ജന്മദിനം, ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്ന, ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്ന, പടച്ചവനൊരു മകനുണ്ടായിരിക്കുന്നു അതിന്റെ സന്തോഷത്താൽ തൂക്കുന്ന ക്രിസ്മസ് നക്ഷത്രം ഒരു മുസ്ലിമിന് പാടില്ലെന്ന് ഈ വിഷയം പഠിക്കുന്ന ക്രൈസ്തവന് പോലും അറിയാമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത് പാടില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവിടെ ആ വ്യതിരിക്തത നിലനിർത്തുക. ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ കൃത്യമായി, അവരവരുടെ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം, അതെ, ആ ഉറച്ചു നിൽക്കുന്ന, അതെ, അവിടെ മതലയനമല്ല സംഭവിക്കേണ്ടത്. അതുകൊണ്ട് പടച്ചവനൊരു മകനുണ്ടായിരിക്കുന്നു എന്നതിന്റെ പേരിൽ കേക്ക് മുറിക്കുമ്പോൾ പടച്ചവന് കോപമുള്ള ആ സംഗതിയുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിമിന്റെ നിലപാട്, അവിടെയാണ് ആ വ്യതിരിക്തതയുടെ പ്രധാനപ്പെട്ട വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസപരമായ വശങ്ങളുടെ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച മതസൗഹാർദ്ദത്തിന്റെ ഈ രാജ്യത്ത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു ധ്രുവീകരണം രാജ്യത്തുടനീളം സംഭവിച്ചപ്പോ കേരളം ഒരു അപവാദമായി മാറി. എന്തായിരുന്നു കാരണം? ഉത്തരേന്ത്യ കത്തുമ്പോൾ കേരളം എന്തുകൊണ്ട് കത്തിയില്ല? നമുക്കറിയാം, ബാബരി മസ്ജിദ് തകർന്ന അതേ ഡിസംബറിൽ ബഹുമാന്യരായ ഹൈന്ദവരുടെ ആരാധനാലയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാട് നഗരത്തിലുള്ള കോട്ട മൈതാനിയിൽ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന മഹത്തായ പ്രമേയവുമായി അതേ ഡിസംബറിൽ മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനം പ്രഖ്യാപിച്ചു. ആ സമ്മേളനം മതപരമായ വിഷയങ്ങളിൽ ധ്രുവീകരണമുണ്ടായി പ്രശ്നമുണ്ടാകുമെന്ന് കണ്ട് നിർത്തിവെക്കണമെന്ന ഓർഡർ കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. പക്ഷേ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ആ സമ്മേളനമാകാമെന്ന് പറഞ്ഞത് മതപരമായ വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മനുഷ്യ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ, വക്കം മൗലവിയെ പോലെ, KM മൗലവിയെ പോലെയുള്ള മഹാന്മാരായ നേതാക്കന്മാർ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ആ അധ്യാപനങ്ങൾ മറ്റുള്ളവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ഇസ്ലാമിന്റെ ഏകദൈവാരാധന ഇതാണൊരു രക്ഷയുടെ മാർഗമെന്ന് മറ്റുള്ളവരോട് പറയുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കി.
എന്താണ് കരാർ? മദീനയെ പുറത്തുനിന്നുള്ള ആരെങ്കിലും ആക്രമിച്ചാൽ ജൂതന്മാർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെ നേരിടും. ഈ ഒരു നിലപാട് മതപരമായ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റു മതസ്ഥരെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഈ ഒരു നിലപാടാണ് വേണ്ടത്. അതല്ലാതെ മതലയനമല്ല. ആ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വമ്പിച്ച പ്രതീകങ്ങളായി മാറാൻ, മതസൗഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കുന്ന കാവലാളുകളായി മാറാൻ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.